I was born in a Catholic Christian family in Kerala. കേരളത്തിലെ ഒരു കത്തോലിക്ക ക്രിസ്തീയ ഭവനത്തിലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. Though born into a Christian family, our family was far away from God. ഒരു ക്രിസ്തീയ ഭവനത്തിലാണ് ജനിച്ചതെങ്കിലും ഞങ്ങളുടെ ഭവനം ക്രിസ്തുവുമായിട്ട് വളരെ അകലത്തിലായിരുന്നു. We lived very nominal Christian life, but very soon God visited our family. നോമിനലായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ദൈവം ക്രിസ്തു ഞങ്ങളെ ഭവനത്തെ സന്ദർശിപ്പാനിടയായി. 3 years after the birth of my younger sister, she was down with polio, paralyzing her right leg and left arm. 3 വയസ്സുള്ള എൻ്റെ ഇളയ സഹോദരി ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് പോളിയോ ബാധിച്ച് വലത്തെ കാലും കരവും തളർന്നു കിടപ്പാനിടയായി. And that shattered our family. അത് ഞങ്ങളുടെ ഭവനത്തെ പിടിച്ചു കുലുക്കി. And they began to seek ways that she will be healed somehow. അവൾക്ക് എങ്ങനെയെങ്കിലും സൗഖ്യം വരുവാൻ വേണ്ടി പല വഴികൾ അവർ തിരക്കി. So they began to take her to best hospitals. അവൈലബിൾ ആയിട്ടുള്ള നല്ല ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. They began to meet with the prominent doctors. പ്രധാനപ്പെട്ട ഡോക്ടർമാരെയൊക്കെ കണ്ടു. They began to spend days and nights and money, energy for her. ഞങ്ങൾക്കുള്ള കഴിവുകളുടെ പണം എല്ലാം ഞങ്ങളുടെ ആരോഗ്യം എല്ലാം അവൾക്ക് വേണ്ടി ചെലവഴിച്ചു. Finally, disappointed when doctors gave up, they took her back home. ഡോക്ടർമാരാൽ കൈവിടപ്പെട്ടവരായി നിരാശപ്പെട്ട ഒടുവിൽ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. Then some of our relatives suggested if you take her to witch doctors and do some offerings, sometimes she may be healed. ചില ബന്ധുക്കളൊക്കെ പറഞ്ഞു തന്നു മന്ത്രവാദികളൊക്കെ പോയി കണ്ടാൽ ചിലപ്പോൾ സൗഖ്യം ഉണ്ടാകുമെന്ന്. And they did that too. അവരതും ചെയ്തു. And yet there was no hope. എന്നിട്ടും യാതൊരു പ്രത്യാശയും ഉണ്ടായില്ല. So while we lived in a very desperate situation, one day a man of God began to walk into our home. അങ്ങനെ വളരെ നിരാശരായി ഞങ്ങൾ ഭവനത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദൈവവൃത്യൻ അവിടെ ഭവനത്തിൽ കടന്നു വന്നു. And he was going house after house sharing gospel, distributing tracts. ട്രാക്റ്റുകളൊക്കെ കൊടുത്ത് ഭവനം തോറും കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ചുകൊണ്ട് ആ കർത്താവിന്റെ ദാസൻ വരികയായിരുന്നു. He saw our desperate need and he said, if you believe in God, you would see the glory of God. ഞങ്ങളുടെ നിരാശയുടെ അനുഭവങ്ങൾ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. And he said, if God created a person in his image, God also has a divine destiny. ഒരു മനുഷ്യനെ ദൈവം തന്റെ സ്വന്തം ഇമേജിൽ സൃഷ്ടിച്ചുവെങ്കിൽ ദൈവത്തിന്റെ സ്വർഗീയ പദ്ധതി പ്ലാൻ ഉണ്ട് അവന്. Regardless of how the person is, God has a divine plan. അത് ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ പോയെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. And in those times our family used to look down on Pentecostals, but at that point in need, they were in need of seeing a savior and a healer. അതിനു മുമ്പ് വരെ ബെന്തക്കോസ്തുകാരായിട്ടുള്ളവരെ ഞങ്ങൾ വളരെ മോശമായ രീതിയിൽ കണ്ടിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങളുടെ ആവശ്യ നിമിത്തം ഞങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കാനിടയായി. So they began to pay attention to what the pastor was saying to them. പാസ്റ്റർ അന്ന് അവരോട് സംസാരിച്ച വിഷയങ്ങൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. And he began to pray for my sister. അദ്ദേഹം ഞങ്ങളുടെ എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And he kept coming back every week and he continued his sincere prayer for my sister. ആഴ്ചതോറും ആ കർത്താവിന്റെ ദാസൻ ഭവനത്തിൽ കടന്നു വരികയും എൻ്റെ സഹോദരിക്ക് വേണ്ടി വളരെ കാര്യമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. Until then she was not able to walk, she was not able to lift her left arm. ഇടത്തെ കൈ ഉയർത്തുവാനോ നടക്കുവാനോ അതുവരെ കഴിഞ്ഞിരുന്നില്ല. But after prayer we began to see changes taking place in her life. എന്നാൽ പല പ്രാവശ്യത്തെ പ്രാർത്ഥന മുഖാന്തരമായി അവളുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. Until then she was not able to get up and walk, but after prayer she began to stand up and began to walk slowly. അതുവരെ അവൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽപ്പാൻ കഴിഞ്ഞിരുന്ന എന്നാൽ സാവകാശം എഴുന്നേൽപ്പാൻ തുടങ്ങി. Until then she was not able to lift her arm, but after prayer she began to lift her arm. അന്നുവരെ കൈ ഉയർത്തുവാൻ കഴിഞ്ഞിരുന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം കരങ്ങൾ ഉയർത്തുവാൻ സാധിച്ചു. And this miracle moved us very close to Christ and we knew our God is a living God. ഈ അത്ഭുതം ഞങ്ങളുടെ ഭവനത്തെ വ്യത്യാസപ്പെടുത്തി ഞങ്ങളെ മനസ്സിലാക്കി ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന്. Until then this God was our family God. അന്നുവരെ ഞങ്ങളുടെ ആ ദൈവം ഞങ്ങളുടെ കുടുംബ ദൈവമായിരുന്നു. You know, for nominal sake we used to be Christians and he was like our family God, nothing else. പേരുകൊണ്ട് ക്രിസ്തീയമായി എന്ന് ഭവനം അറിയപ്പെട്ടു. അങ്ങനെ ക്രിസ്തീയ ദൈവമുള്ള ഭവനമായി മാറി. But after experiencing this miracle with our own eyes, our family God became our own personal savior. എന്നാൽ അങ്ങനെ ഞങ്ങളുടെ കണ്ണുകൾ കണ്ടുകൊണ്ട് ദൈവിക പ്രവൃത്തി വെളിപ്പെട്ട് കണ്ടപ്പോൾ ഞങ്ങൾ വ്യക്തിപരമായി ദൈവത്തെ അംഗീകരിക്കാനിടയായി. So our parents accepted baptism and we began to lead a sincere Christian life thereon. മാതാപിതാക്കൾ അങ്ങനെ സ്നാനമേൽപ്പാനിടയായി തീർന്നു. അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി തീരുവാനിടയായി. And from there on our life began to be a miracle one after another. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം മുഴുവനായി ഒന്ന് മുതൽ അത്ഭുതങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. Now coming from a strict Catholic tradition, it was not easy for us to step into this faith. ഒരു കത്തോലിക്ക പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ അത്ര എളുപ്പമായിരുന്നില്ല. My mother had 2 cousins. First 2 cousins were Catholic church fathers. എൻ്റെ മാതാവിന്റെ 2 ഫസ്റ്റ് കസിൻസ് കാതോലിക്ക സമുദായത്തിലെ പുരോഹിതന്മാരായിരുന്നു. And they began to reject us and isolate us and says you began to bring a disgrace to our Catholic tradition. അങ്ങനെ ഈ വിശ്വാസ മാർഗം സ്വീകരിച്ചതുകൊണ്ട് അവരെ ഞങ്ങളെ തള്ളി പറഞ്ഞു. ഞങ്ങളെ മതത്തിന് ഒരു നാണക്കേട് ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞു. And we began to be isolated and they began to cut off the relationship one after another. അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അവർ മുറിച്ചേർത്ത് കളഞ്ഞു. But just because our parents saw God
face to face to this miracle, they began to hold on to this God. എന്നാൽ യഥാർത്ഥമായി രക്ഷകനെ നേരിൽ മുഖാമുഖം കണ്ടതുകൊണ്ട് അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. And years began to go by. വർഷങ്ങൾ കടന്നുപോയി. My sister began to grow up. എന്റെ സഹോദരി വളർന്നു. She also decided to take water baptism. അവളും ദൈവസന്നിധിയിൽ സ്നാനമേൽപ്പാൻ തീരുമാനിച്ചു. And my uncles and aunties began to say, first of all, you went to Pentecostals, so nobody is going to marry her. ആദ്യമൊക്കെ എന്റെ അങ്കിൾമാരൊക്കെ പറഞ്ഞു, നിങ്ങൾ പെന്തക്കോസ്തിൽ പോയത് കൊണ്ട് ഇനി ആരാതിനെ വിവാഹം കഴിക്കുന്നു? And who is going to marry her from your Pentecostal church? പെന്തക്കോസ്തിൽ നിന്ന് ആരാ വന്ന് ഇനി വിവാഹം കഴിക്കാനുള്ളത്? And second, she is a disabled girl. There is no chance of marriage. രണ്ടാമത് അവൾക്ക് ബലഹീനതയുള്ളത് കൊണ്ട് കല്യാണത്തിനുള്ള സാധ്യതകളില്ല. And third, even if there is someone is willing to marry her, now she is also removing her ornaments and willing to jump into water. What is this? അത് മാത്രമല്ല, ഇപ്പോൾ അവള് ഓർണമെന്റ്സ് എല്ലാം മാറ്റി വെള്ളത്തിൽ ചാടി ധ്യാനപ്പെട്ടു. ഇനി ആരാ കല്യാണം So you are taking a crazy steps without knowing, thinking about the future. ഭാവിയെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ എടുത്ത ഒരു ബുദ്ധിപരമായ ഇല്ലാത്തൊരു തീരുമാനമാണല്ലോ ഇത്. So they began to speak words with their own minds and knowledge. അവരുടെ അറിവനുസരിച്ച് അവരുടെ ഹൃദയത്തിൽ തോന്നിയ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. But my sister also decided and she took water എന്നാൽ baptism. എന്റെ സഹോദരി ഉറച്ച തീരുമാനമെടുത്തു, വെള്ളത്തിൽ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. And as years began to grow, this became a concern for us. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങൾക്കും ഇതൊരു ഭാരമായ ചിന്തയായി തുടങ്ങി. Sometimes we also began to think, Lord, will there be a future for her? ഞങ്ങളും ചിന്തിച്ചു, ദൈവമേ ഇവക്കൊരു ഭാവി ഉണ്ടോ? Will someone from Pentecostal church would come forward to marry her? പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് ആരെങ്കിലും കടന്നു വന്ന് അവളെ വിവാഹം കഴിക്കുമോ? And especially my mother used to weep for her, thinking that who will look after her once they are gone. ഈ വിഷയം ഓർത്തു ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവളെ ആര് നോക്കുമെന്ന് ഓർത്ത് എന്റെ മാതാവ് പലപ്പോഴും കരഞ്ഞു. Until she was turned 28, there was no signs of proposals. 28 വയസ്സായും വരെയും ഒരു വിവാഹാലോചനയുടെ ലക്ഷണമൊന്നും ഉണ്ടായില്ല. But as she was turning into 29, there was a proposal. എന്നാൽ അവർക്ക് 29 വയസ്സായപ്പോൾ ഒരു ആലോചന വന്നു. They liked each other and they got married within few months. ചില മാസങ്ങൾ കൊണ്ട് അവർ തമ്മിൽ ഇഷ്ടപ്പെടുകയും ആ വിവാഹം നടക്കുകയും ചെയ്തു. And this became a miracle for our family members as well as to our neighbors. ഞങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കും ഞങ്ങളുടെ ഭവനത്തിൽപ്പെട്ടവർക്കും തന്നെ അതൊരു അത്ഭുത മിറക്കിളായി മാറി. My brother-in-law is also a physically challenged person. എന്റെ അളിയനും ഇതുപോലെ ശരീരത്തിൽ ബലഹീനതയുണ്ടായ ഒരാളായിരുന്നു. He fell from the top of the house. He was bedridden. Doctor said he won't survive. But in that bed he made a prayer, God, if you heal me, I will serve you. ഭവനത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ ശരീരത്തിന് ബലഹീനതയായി നടക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ കിടക്കയിൽ കിടന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് എവിടെ ഉണ്ടായ ആളാണ്. And eventually he went to Bible college, and then he began to know about my sister and our family, and together now they serve God. അങ്ങനെ അദ്ദേഹം രക്ഷയിലേക്ക് കടന്നു വന്നതിന് ശേഷം ബൈബിൾ സ്കൂളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, പഠിച്ചു. അങ്ങനെ എൻ്റെ സഹോദരിയുമായി വിവാഹം കഴിഞ്ഞ് അവർ രണ്ടുപേരും ശുശ്രൂഷയിലായിരിക്കുന്നു. And then people said, since both of them are physically challenged, they may not have children. Even if they have children, they also may have some physical defects. എന്നാൽ കല്യാണം കഴിഞ്ഞ ശേഷം ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇവർ രണ്ടുപേരും ശാരീരികമായി ബലഹീനതയുള്ളത് കൊണ്ട് അവർ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. ഇനി ഉണ്ടായാൽ തന്നെ ഇവർ പേരൻസ് ഇങ്ങനെ ബലഹീനരായതുകൊണ്ട് കുഞ്ഞുങ്ങളും എന്തെങ്കിലുമൊക്കെ ക്രിപ്പിളായിട്ടുള്ളവരായിരിക്കും. But God blessed them with a handsome baby boy with like any other children without any physical defects. എന്നാൽ ദൈവം അവർക്ക് വളരെ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ യാതൊരു കുഴപ്പമില്ലാത്ത ദൂരമില്ലാത്ത ആൺപൈതലിനെ നൽകി അനുഗ്രഹിച്ചു. And today as a family they serve God in a place near to Kottarakara, and they pioneer a church as a family. ഇപ്പോൾ അവരെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പുതിയ ഒരു സഭ തുടങ്ങി അവിടെ വേല ആരംഭിച്ച് പ്രവർത്തിക്കുന്നു. And more than they speak from the word of God, their life speaks to people as the goodness of the Lord through their lives. ദൈവത്തിന്റെ വചനത്തിലൂടെ പറയുന്നതിനെക്കാട്ടിലുപരിയായി അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ കാര്യം അവരെ വിളിച്ചു പറയുന്നു. My mother, I used to see that she used to weep for my sister. എൻ്റെ സഹോദരിക്ക് വേണ്ടി എൻ്റെ മാതാവ് നിലവിളിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. Especially when in our village, when people say call her Mondi and things like that, it will break her heart, and she used to weep. പ്രത്യേകിച്ച് ശാരീരിക ബലഹീനതയെ ചുറ്റുപാടുള്ളവർ നാട്ടുകാരെ കളിയാക്കുമ്പോൾ മാതാവ് ഞങ്ങളുടെ ഹൃദയത്തിന് വളരെ ഭാരമുണ്ടായിട്ടുണ്ട്. She used to weep then and she used to weep now. അന്നും കരഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കരയുന്നുണ്ട്. But as I notice, there is a difference in her tears. എന്നാൽ ഇപ്പോൾ ആ കണ്ണുനീരിന് ഒരു മാറ്റമുള്ളതെന്ന് ഞാൻ കാണുന്നുണ്ട്. Before we came to know the Lord, it was a tears of depression. കർത്താവിനെ അറിയുന്നതിന് മുമ്പ്, കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് അത് നിരാശയുടെ കണ്ണുനീരായിരുന്നു. Before we came to know the Lord, it was a tears of hopelessness. കർത്താവിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അത് ഒരു പ്രത്യാശയില്ലാത്ത നിരാശയുടെ കരച്ചിലായിരുന്നു. Before we came to know the Lord, it was a tears of painful agony. അത് വേദന നിറഞ്ഞ വേദനയുടെ കണ്ണുനീരായിരുന്നു കർത്താവിനെ കാണുന്നതിന് മുൻപ്. But now she shed tears of joy. എന്നാൽ ഇപ്പോഴത്തെ കണ്ണുനീര് സന്തോഷത്തിന്റെ കരച്ചിലാണ്. Tears of hope.
പ്രത്യാശയുള്ള കരച്ചിലാണ്. And now she says, it's good it happened to my daughter. Because of her, we could know and taste and see the goodness of the എന്റെ Lord. മകൾക്ക് അങ്ങനെ സംഭവിച്ചത് ഓർത്ത് ഞാനിപ്പോൾ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞതെന്ന് ഓർത്ത് സന്തോഷിക്കുന്നു. With tears, she would say, if this had not happened to my daughter, we would have lived a nominal Christian life and died as an unknown Christian. ഇപ്പോഴത്തെ കണ്ണുനീരിന്റെ കാരണം എന്റെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വെറും ഒരു സാധാരണ ക്രിസ്ത്യാനികളായ ജീവിതം കഴിഞ്ഞേനെമല്ലോ എന്നോർത്താണ്. This is true that the Bible says our God is a God who turns our mournings into dancing. നമ്മളുടെ കരച്ചിലിനെ സന്തോഷത്തിന്റെ നൃത്തമാക്കി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. ബൈബിൾ Often പറയുന്നു. when we go through the tears, we do not know where it is taking us to. പലപ്പോഴും കണ്ണുനീരിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. But even in the midst of that painful situation, that God has a plan and He is allowing us to go through, shaping us to come out in flying colors. എന്നാൽ നമ്മൾ ആ കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ പോകുമ്പോഴും ആ അവസ്ഥയിലൊക്കെ ദൈവം നമ്മളെ ഷേപ്പ് ചെയ്ത് അവന്റെ ഉപദേശത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. This morning, if you are going through a kind of situation, a painful situation, you do not know where you are going to end up, trust in God and continue to hold on, because He is a faithful God and He is to take you to the other shore. ഇന്ന് രാവിലെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ള വേദനയിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കൂ. അവനാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നമ്മളെ ശരിയായ മാർഗ്ഗത്തിലാണ് നയിക്കുന്നത്. We may be rejected and isolated and we may be left alone, but God who called us is faithful and He will stand with us and He will take us to the other ഒരു shore. പക്ഷെങ്കിൽ മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് കഴിയുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ ശാന്ത തുറമുഖത്ത് എത്തിപ്പാൻ മതിയായവനാണ്. As we grew up, we had this passion to share this testimony with the people. ഞങ്ങൾ വളർന്നു വന്നപ്പോൾ ഈ സാക്ഷ്യം മറ്റുള്ളവരോട് പറയുവാൻ ഞങ്ങൾക്ക് വളരെ ആകാംക്ഷയുണ്ടായി. And God also placed the burden within us for those people who live a nominal Christian life just as we were. ഞങ്ങൾ ജീവിച്ചിരുന്ന പോലെ സാധാരണ ക്രിസ്തീയ മാർഗം ജീവിച്ചിരുന്നവരോട് കുറിച്ച് ഒരു ബേർഡൻ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. So after my formal education, I went to a Bible college in Andhra Pradesh. എന്റെ സാധാരണ വിദ്യാഭ്യാസത്തിന് ശേഷം ആന്ധ്രാപ്രദേശിലുള്ള ഒരു ബൈബിൾ കോളേജിൽ കടന്നുപോയി. And during my summer holidays in Bible college, one of my friends took me to Orissa. ബൈബിൾ സ്കൂളിലെ സമ്മർ വെക്കേഷൻ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളെ ഒറീസയിലേക്ക് കൊണ്ടുപോയി. And when I went there, my eyes were literally opened by seeing the people there. അവിടെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ യഥാർത്ഥമായി എൻ്റെ കണ്ണുകൾ തുറന്നു. People who were pushed down to extreme darkness and they lived in superstitious beliefs. അന്ധകാരത്തിന്റെ ഏറ്റവും താഴ്ന്ന നിലത്തിലേക്ക് അന്ധവിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. And they were not educated, live in a half-naked way and still very primitive. മതിയായ വിദ്യാഭ്യാസമോ സംസ്കാരമോ ഇല്ലാതെ വസ്ത്രധാരികളായി ജീവിക്കുന്ന ആൾക്കാർ. And beyond all that, most of the people that we met never heard about Jesus. അത് മാത്രമല്ല ഞങ്ങൾ കണ്ടവരൊന്നും യേശുവിനെ ഒരിക്കലും കേട്ടിട്ട് പോലുമില്ല. And that began to speak to me. God began to speak to me by seeing that desperate need. I surrendered my life and said, God, I am willing to serve you in this state. അവരുടെ നിരാശ നിറഞ്ഞ ജീവിതം കണ്ടപ്പോൾ ഞാൻ അവിടെ എന്നെ തന്നെ താഴ്ത്തി ദൈവസ്ഥയിൽ തീരുമാനമെടുത്തു. ദൈവമേ, ഇവരുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. So I worked several years in that strange land. ആ അന്യ സ്ഥലത്ത് വളരെ വർഷങ്ങൾ ഞാൻ അവിടെ പ്രവർത്തിച്ചു. God helped me to learn the language and the culture and meet with people. അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും പഠിക്കുവാൻ അവരെ പ്രവർത്തിപ്പാൻ കഴിഞ്ഞു. And different ways He helped me to share this goodness to those people. ഈ സന്തോഷ വാർത്ത പല രീതിയിൽ അവരുമായി പങ്കിടുവാനുള്ള സാഹചര്യം ഉണ്ടായി. And eventually God also opened a way for me to come to the States to study His word further. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ രാജ്യത്തും കടന്നു വന്ന ദൈവത്തിന്റെ വചനം പഠിപ്പാനുള്ളതായ ഒരു സാധ്യതയുണ്ടായി. I never thought that I would be able to come here. It was only a dream to come to America and to study. അമേരിക്കയിൽ കടന്നു വരണമെന്നും ഒക്കെ ഉള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. As we stepped into this faith, our people said, your children would never prosper. ഞാനിവിടെ കടന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും സമൃദ്ധിയുള്ളവരായി തീരത്തില്ല. Now when my parents took a step of faith, our Catholics began to talk to them and said, your children will not have any future. എൻ്റെ മാതാപിതാക്കളുടെ ദൈവസന്നിധിയിൽ സ്നാനമേറ്റ് ഈ മാർഗത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞു, നിന്റെ കുഞ്ഞുങ്ങളൊന്നും ഒരിക്കലും അഭിവൃദ്ധിയുള്ളവർ തീരത്തില്ല. And they said they won't have any future. അവർക്ക് ഭാവിയേ ഇല്ല എന്ന് പറഞ്ഞു. But God who called us began to stand with us. He is the one who began to hold my hand. He began to lead us step by step. എന്നാൽ ഞങ്ങളെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനായിരുന്നു. അവനാണ് ഞങ്ങളുടെ കരം പിടിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത്രത്തോളം കൊണ്ടുവന്നത്. And even when I came to America, there was no one to help, no one to be beside me. ഇവിടെ അമേരിക്കയിൽ കടന്നു വന്നപ്പോഴും ഞങ്ങളെ സഹായിപ്പാനോ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാനോ ആരുമില്ലായിരുന്നു. But God who called us was there with me, and He united me with a number of people who love the Lord and His servants. എന്നാൽ എന്നെ വിളിച്ചവനായ ദൈവം എന്നോട് കൂടെ നിന്ന് പല പരിചയക്കാരെയൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. And even today I'm standing before you. I don't have any
people related to me, it is purely by His grace. ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോഴും എനിക്ക് ബന്ധുക്കളായിട്ട് ആരും ഇവിടെ ഇല്ല, ദൈവത്തിന്റെ കൃപയാലാണ് ഇവിടെ ആയിരിക്കുന്നത്. God began to take me beyond my imagination and even to the places that I don't deserve. എന്റെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഒക്കെ അപ്പുറത്തായിട്ട് എന്നെ ദൈവം വളരെയധികം മാനിച്ച് ഇവിടെ വരെയാക്കി. So each time that He takes me further, I am humbled and grateful to God for His saving grace upon my life. എന്റെ ജീവിതത്തിൽ അവന്റെ രക്ഷാകരമായ പ്രവൃത്തി ഓർത്തി എന്നെ തന്നെ താഴ്ത്തി ദൈവത്തെ സ്തുതിക്കുന്നു. Even after coming to America, Orissa remained very close to my heart. ഞാനിവിടെ അമേരിക്കയിൽ കടന്നു വന്നതിന് ശേഷവും ഒറീസ എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ടച്ചായിട്ടുണ്ട്. So in 2005, we started an organization called Care India Mission. 2005 കെയർ ഇന്ത്യ മിഷൻ എന്ന ഒരു സംഘടന ഞങ്ങൾ ഉണ്ടാക്കി. So after coming here, as God began to bless me financially, I began to invest in the land of Orissa, and we support several missionaries there. And if God willing, I'll be going back to India in June. ഇവിടെ കടന്നു വന്നതിന് ശേഷം സാമ്പത്തികമായി എനിക്ക് ലഭിച്ച നന്മയിൽ നിന്ന് അവിടെയുള്ള സംഘടനകളെ സഹായിപ്പാനൊക്കെ എനിക്ക് സാധിച്ചു. ദൈവഹിതമെങ്കിൽ ജൂണിൽ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. I am married. I have a 4-year-old daughter. ഞാൻ കല്യാണം കഴിച്ചു. എനിക്ക് 4 വയസ്സുള്ള ഒരു മകളുണ്ട്. I tried to bring them several times, but they did not get visa. അവരെയും ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പലപ്പം ശ്രമിച്ചു. ഇതുവരെയും അവർക്ക് വിസ ലഭിച്ചില്ല. And there were several offers for me to stay here so that my family could bring, but I heard the voice of God saying that I need to go back and continue the ministry. ഇവിടെ തന്നെ നിൽക്കാനും ഓഫറുകൾ പലതും എനിക്ക് ലഭിച്ചു. അങ്ങനെ ഫാമിലി ഇവിടെ കൊണ്ടുവരാനുള്ള അവസരം ലഭിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ വിളി ഒറീസയിലാണ്. So since my desire is to dwell in the will of God, I decided to go back. ദൈവഹിതത്തിൽ തന്നെ നിലനിൽക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം മുഖാന്തരമായി ഒറീസയിലേക്ക് മടങ്ങി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And now we have work in Orissa as well as in Andhra Pradesh, and as we go to those challenging places, I request your humble prayers for our ministry. ആന്ധ്രയിലും ഒറീസയിലുള്ള പ്രവർത്തനങ്ങളിലായി ബന്ധപ്പെടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളൂ. I would also request your prayers for my younger sister and brother-in-law, since both of them are physically challenged. They need your prayers. ശാരീരികമായി ബലഹീനതയുള്ള എൻ്റെ സഹോദരിയെയും സഹോദരിയുടെ ഹസ്ബൻഡിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അവരുടെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ പ്രാർത്ഥന ആവശ്യമാണ്. And I'll be praying for you too. And once again, I am grateful to Pastor Shibu. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രത്യേക പാസ്റ്റർ ഷിബുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Please turn your Bibles with me for a devotion this morning. Ephesians chapter 3. ഇന്ന് രാവിലത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Ephesians chapter 3 verse 19. 19-ാം വാക്യം. സ്നേഹത്തെ അറിവാനും പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. I wanted to read the whole passage, but since we don't have the time, I wanted to limit with one word. ഇത് മുഴുവനും വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സമയക്കുറവ് കൊണ്ട് ഒരു വാക്യം മാത്രം വായിച്ചതാണ്. This passage in English, it says a prayer for Ephesians. എഫേസ്യയിലുള്ള വിശ്വാസികൾക്കുള്ള പ്രാർത്ഥന എന്നതിന് ആദ്യം വായിക്കുന്നു. Paul kneels down before God and he is praying for those believers at Ephesus. പൗലോസ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി എഫേസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. We find him being a typical pastor in praying for his own believers. തന്റെ വിശ്വാസികൾക്ക് വേണ്ടി വേദനപ്പെടുന്ന ഒരു സാധാരണ പാസ്റ്ററായിട്ട് പൗലോസിനെ ഇവിടെ കാണുന്നു. I said a typical pastor because often he was away from the believers, yet he was kneeling down before God and he is praying for them. ഞാൻ പറഞ്ഞൊരു സാധാരണ പാസ്റ്റർ എന്ന് പറഞ്ഞത് പൗലോസ് പലപ്പോഴും ഈ സഭയിലെ വിശ്വാസികളിൽ നിന്ന് അകലത്ത് കഴിഞ്ഞിരുന്നുവെങ്കിലും അവരെ ഹൃദയത്തിൽ വഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ. Sometimes he was locked up, yet ignoring his pain, setting aside his own struggles, he is kneeling down and he is praying for his own believers. പലപ്പോഴും വിശ്വാസികളിൽ നിന്ന് തനിക്ക് പല വിധത്തിലുള്ള വേദനകൾ ഉണ്ടായിരുന്നു, തടവിലാക്കപ്പെട്ടുവെങ്കിലും ആ വേദനകളെയൊക്കെ മറന്ന് തന്റെ വിശ്വാസികളെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ. And in this passage there are 7 important requests he brings before God as he is praying for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിലെ വളരെ പ്രധാനപ്പെട്ട 7 വിഷയങ്ങളാണ് പൗലോസ് കൊണ്ടുവരുന്നത്. As the time permits, I would like to highlight 1 or 2 this morning. 1-2 വിഷയങ്ങൾ പ്രധാനമായി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. One is found in verse 19. 1-19 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. It says to know this love that surpasses the knowledge. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ. He says my believers should know the love of Jesus. ഓ എൻ്റെ വിശ്വാസികളെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങൾ അറിയണം. And he doesn't stop with that. അവിടെ കൊണ്ട് നിർത്തുകയല്ല. He is illustrating that love of Jesus and says the love of Jesus is surpassing the knowledge.
അതുകൊണ്ട് പറഞ്ഞ് സ്നേഹമെന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അത് എങ്ങനെയുള്ള സ്നേഹമെന്ന് വിശദീകരിച്ച് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹമെന്ന് പറയുന്നു. And this struck my mind. I began to ponder more on this passage. അതെന്റെ വിഷയം എന്റെ ഹൃദയത്തിൽ തറച്ചു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിപ്പാൻ തുടങ്ങി. What is this love that Paul is talking about? പൗലോസ് പറയുന്ന ഈ സ്നേഹം എന്താണ്? He says love of Jesus that goes beyond our human knowledge. നമ്മുടെ മാനുഷിക ബുദ്ധിയെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. Love that cannot be measured with our intellectual power. നമ്മുടെ ജ്ഞാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അളക്കാൻ കഴിയാത്ത സ്നേഹം. We cannot comprehend the love of Jesus with our highly intellectual knowledge. വളരെ ബുദ്ധിയേറിയ നമ്മുടെ ജ്ഞാനം കൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ അളക്കാൻ കഴിയത്തില്ല. And to illustrate that, he further says that the love of Jesus, it's we cannot measure this. വീണ്ടും പുറകോട്ട് താഴെ വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് നമുക്ക് അളപ്പാൻ കഴിയും അളവില്ലാത്ത സ്നേഹമെന്ന്. So in a verse before that, he says that the love, how long and to grasp, how wide and long, how high and deep is the love of Jesus. ഈ യേശുവിന്റെ സ്നേഹം എത്രമാത്രം ആഴവും വീതിയും ഉയരവും ഉള്ളതാണെന്ന്. So he is talking about the depth of Jesus' love. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് പറയുന്നു. And often when he thinks that the believers know only a glimpse of this love. പൗലോസിന് അറിയാം തന്റെ വിശ്വാസികൾക്ക് ഈ യേശുവിന്റെ സ്നേഹത്തിന്റെ ഒരു ദർശനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. So he is praying that God lead them to enter into that deeper relationship with Christ. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ വിശ്വാസികളെ നിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണമേ. Lead them to know the depth of Jesus' love that goes beyond our knowledge. നമ്മുടെ ജ്ഞാനത്തിന്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കാൻ കഴിയണമേ. To understand the better picture, I began to look into the life of Jesus. How did Jesus demonstrate this love when he was on this earth? യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. We know that Jesus had disciples. നമുക്കറിയാം യേശുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. Whom did Jesus select as his disciples? ആരെയാണ് യേശു ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്? He goes after the very ordinary people. വെറും സാധാരണക്കാരായ ആൾക്കാരെയാണ് യേശു തിരഞ്ഞെടുത്തത്. People even from the very lowest strata of society. ആ സമൂഹത്തിലെ താഴ്ന്ന രീതിയിൽ ജീവിച്ചിരുന്നവര്. One day he was going beside the seashore. ഒരിക്കൽ കടൽക്കരയിൽ കൂടെ യേശു പോയിക്കൊണ്ടിരുന്നപ്പോൾ He saw some sitting in a boat preparing their nets. അവരെ വലനാക്കിക്കൊണ്ടിരുന്ന ചിലരെ കണ്ടു. He called them. യേശു അവരെ വിളിച്ചു. And they left their net and they began to follow Jesus. അവരെ പടകും വലയും ഉപേക്ഷിച്ച് അവർ യേശുവിനെ പിന്തുടർന്നു. Walking a little further, he saw some other people casting their net into the lake. പിന്നെയും യാത്ര തുടർന്നപ്പോൾ ചിലര് കടലിലേക്ക് വല എറിയുന്നവരെ കണ്ടു. He called them to follow him and they followed him too. യേശു അവരെയും വിളിച്ചു, എന്നെ പിന്തുടരാൻ പറഞ്ഞു. അവരും പിന്തുടർന്നു. So why did Jesus make these poor fishermen as his disciples? എന്തുകൊണ്ടാണ് യേശു ഈ സാധാരണക്കാരായ സാധുക്കളായ ആൾക്കാരെ ശിഷ്യന്മാരായി സ്വീകരിച്ചത്? Was it because there were no well-educated people? അവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവരില്ലായിരുന്നോ? Was it because there were no influential people? അവിടെ സ്വാധീനമുള്ള ആൾക്കാരൊക്കെ ഇല്ലായിരുന്നോ? I believe it was his deliberate choice to shame the wise. He chose these foolish people. ജ്ഞാനികളായവരെ ലജ്ജിപ്പാൻ വേണ്ടി മാത്രമാണ് അവൻ ഈ മൂഢന്മാരായിട്ടുള്ളവരെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Humanly thinking, if someone wants to share his message to the entire globe, he would look for people of his own caliber. നമ്മൾ സാധാരണ മാനുഷികമായി ചിന്തിച്ചാൽ ഈ ഭൂലോകം മുഴുവൻ സുവിശേഷം അറിയിക്കണമെങ്കിൽ തന്റെ കൂട്ടബുദ്ധിയും ജ്ഞാനമുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. He would look for people who are influential in society. സമൂഹത്തിൽ അല്പമൊക്കെ സ്വാധീനമുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. He would have a selecting process and he will, they will have to go through an interview and he will select them after a long interview. തിരഞ്ഞെടുക്കപ്പെടുന്ന ചില പ്രോസസ് ഒക്കെ ഉണ്ടാക്കി ഇന്റർവ്യൂ ഒക്കെ നടത്തി മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. But contrary to that, here is Jesus goes after the humble folks in society and he makes them to be his own disciples. എന്നാൽ അതിനൊക്കെ എതിരായിട്ട് ഇവിടെ ഇതാ യേശു കടന്നു പോകുന്ന വഴിയിൽ കണ്ട സാധാരണക്കാരായ ആൾക്കാരെ തന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. What was Jesus doing by doing this? അതുമൂലം എന്താണ് ഇവിടെ യേശു ചെയ്തത്? Jesus was loving the unloved ones in society. ആരാലും സമൂഹത്തിൽ സ്നേഹിക്കപ്പെടാത്ത ആൾക്കാരെ സ്നേഹിച്ചു കാണിക്കുക. Jesus goes after the unlovables in society and he loves them and he makes them to be his disciples. സമൂഹത്തിൽ സ്നേഹം ലഭിക്കാതെ കഴിയുന്നവരെ അങ്ങോട്ട് സ്നേഹിച്ച് അവരെ ശിഷ്യന്മാരാക്കി തീർത്ത യേശു. When Paul began to think about this love, he says we cannot comprehend this love of Jesus without mind. ഈ സ്നേഹത്തെ കണ്ടിട്ടാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ മാനുഷിക ജ്ഞാനം കൊണ്ട് ഈ സ്നേഹത്തെ അളക്കാൻ കഴിയത്തില്ല. By tradition the society has set a boundary for this fisherman. സമൂഹത്തിന്റെ നിലവാരം വെച്ച് ചില ബൗണ്ടറീസ് ഉണ്ട് ഈ മുക്കുവന്മാരെ കൊണ്ട്. They set a boundary that their life was limited between the seashore and the marketplace. ചന്തയിലും
ഈ കടൽ തീരം കൊണ്ട് തീരേണ്ട ജീവിതമാണ് ഈ ഫിഷർമാൻ്റേത്. And these are the people who often go through double disadvantages in their life. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാട്ടിൽ ഇരട്ടിയായിട്ടുള്ളതായ പോരായ്മകളുള്ളവരാണ്. When they go to the sea, the tsunamis and other natural calamities affect them and they die. കടലിൽ ഉണ്ടാകുന്ന സുനാമി അതുപോലുള്ള ദുരന്തങ്ങളെല്ലാം ഇവർക്ക് നേരെ വരികയും അവരെ മരിക്കുകയും ചെയ്യും. They are the one affected first. അവരെയാണ് ആദ്യം ബാധിക്കുന്നത്. And when they go to the marketplace, people scold them. എന്നിട്ട് ചന്തയിൽ ചെന്നാലോ അവിടെ ആൾക്കാർ ഇവരെ പുച്ഛിച്ച് നോക്കും. People curse them and they haven't experienced the love. അവരെ അവിടെ നോക്കി ഇവരെ കേഴ്സ് ചെയ്യും. അവിടെയും സ്നേഹം കിട്ടിയിട്ടില്ല. But Jesus began to look after those people and Jesus began to love those unloved in society. എന്നാൽ അങ്ങനെയുള്ളവരെ നോക്കി, ആ സ്നേഹം കിട്ടാത്തുള്ളവരെ നോക്കി സ്നേഹിച്ചവനാണ് നമ്മുടെ യേശു. And now the love of Jesus helps them to break down the walls of limitations, and love of Jesus helps them to go beyond where they can go. സ്ഥലത്തിന്റെ പരിമിതികളെ അവരെ ലംഘിച്ചുകൊണ്ട് യേശുവിന്റെ സ്നേഹം അതിനപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോയി. And just because Jesus loved them, eventually these fishermen became the history makers of the world. യേശു അവരെ സ്നേഹിച്ചതുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളായി ഈ ശിഷ്യന്മാർ തീർന്നു. It all began with the love of Jesus. ഇതെല്ലാം തുടങ്ങിയത് യേശുവിന്റെ സ്നേഹത്തിൽ നിന്നാണ്. They were not worthy of love. അവർ സ്നേഹത്തിന് യോഗ്യരല്ല. They were longing for love, but no one loved. അവർ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു, ഒരിക്കലും സ്നേഹം കിട്ടിയവരല്ല. But Jesus began to look after those unlovables and he began to love them. അങ്ങനെ സ്നേഹം നഷ്ടപ്പെട്ട് ലഭിക്കാത്തവരെ നോക്കി സ്നേഹിച്ചവനാണ് യേശു. Today we love everyone. ഇന്ന് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. It is easy for us to love our own people. നമ്മുടെ തന്നെ ആൾക്കാരെ സ്നേഹിപ്പാൻ എളുപ്പമാണ്. It's easy to love people who speak our same language. നമ്മുടെ സ്വന്തം മാതൃഭാഷ സംസാരിക്കുന്നവരോട് സ്നേഹിപ്പാൻ എളുപ്പമാണ്. Easy to love people who attend the same church. ഒരു സഭയിൽ കൂടുന്ന വിശ്വാസികളെ സ്നേഹിപ്പാൻ എളുപ്പമാണ്. Easy to love people who have the same status of job as I am. എൻ്റെ ജോലി പോലെ തന്നെ സെയിം സ്റ്റാറ്റസിലുള്ളവരെ സ്നേഹിപ്പാൻ എളുപ്പമാണ്. But how about loving someone who are outside of these boundaries? എന്നാൽ ഈ ബൗണ്ടറിക്ക് അതിനപ്പുറത്തുള്ളവരെ സ്നേഹിക്കുന്ന കാര്യം എങ്ങനെ ഇരിക്കുന്നു? How about loving someone who is unloved in society? ആ സമൂഹത്താൽ എല്ലാവരും തള്ളപ്പെട്ട് സ്നേഹിക്കപ്പെടാതെ കിടക്കുന്നവരെ സ്നേഹിക്കുക. When our dear ones celebrate birthdays, we buy a big gift and we give to them. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ബർത്ത്ഡേ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് അവരെ കൊണ്ട് കാണും കൊടുക്കും. Because we know that tomorrow when I celebrate, I get a bigger gift than that. കാരണം നമുക്കറിയാം നാളെ എനിക്കും ബർത്ത്ഡേ വരും, എനിക്ക് ഇതുപോലെ വലുത് കിട്ടും. When my cousin comes to my home, I make a room for him because I know tomorrow when I go for vacation, he will sacrifice his room for me. എൻ്റെ കസിൻ ഞങ്ങളുടെ ഭവനത്തിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവന് വേണ്ടി നല്ല എൻ്റെ റൂം ഒരുക്കി കൊടുക്കും. കാരണം ഞാൻ അടുത്ത ദിവസം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് റൂം തരും. When our friends are in need of ride, we give ride because we know when tomorrow I am in need, he will give me a ride. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഒരു റൈഡ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കും. കാരണം നാളെ നമുക്കും അങ്ങനെ ആവശ്യം വന്നാൽ അവർ ചെയ്യുമെന്ന് നമുക്കറിയാം. We love people based on a condition. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നത്. We love people based on a condition thinking that tomorrow it will come back to me. നാളെ എനിക്ക് ഇതേ ആവശ്യം വരുമെന്നുള്ള കണ്ടീഷൻ വെച്ചാണ് നമ്മൾ പലരെയും സ്നേഹിക്കുന്നത്. But Jesus shows an example here to love an unlovable one without any condition, unconditional love. എന്നാൽ യാതൊരു കണ്ടീഷനും വെക്കാതെ സ്നേഹിക്കപ്പെടാത്തവരെ സ്നേഹിച്ചവനാണ് യേശു. And Paul now kneels down and says, Lord, that is the love. When I think about that love, that goes beyond. My mind just blows out. I cannot just imagine with our mind. ആ സ്നേഹത്തെ ഓർത്താണ് പൗലോസ് പറയുന്നത്, ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറത്തുള്ള യേശുവിന്റെ സ്നേഹം. So the love of Jesus moved him to love the unlovables in society. അങ്ങനെ യേശുവിന്റെ സ്നേഹമാണ് അവനെയും സ്നേഹിക്കപ്പെടാത്തവരെ സ്നേഹിപ്പാൻ തക്കവണ്ണം മാറ്റിയത്. And not only that, the love of Jesus moved him to touch the untouchables too. ആരും തൊടുവാൻ ആഗ്രഹിക്കാത്തവരെ തൊടുവാൻ തക്കവണ്ണം ഇവനെ മാറ്റിയത് യേശുവിന്റെ സ്നേഹമാണ്. While he was walking along the crowd, he encounters a leper. യേശു ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് കടന്നു പോകുമ്പോൾ കുഷ്ഠരോഗം ബാധിച്ച ഒരുവനെ കണ്ടു. In those days, people considered leprosy as a contagious sickness. ആ കാലങ്ങളിലെ കുഷ്ഠരോഗം പകരുന്ന ഒരു രോഗമായി കണ്ട് മാറ്റി നിർത്തിയിരുന്നു. So these people had a separate place in society, and if they are found in a town, people used to throw them stone them to death. അങ്ങനെ കുഷ്ഠരോഗികൾക്ക് താമസിക്കാൻ പ്രത്യേക ഇടമുണ്ടായിരുന്നു. അതല്ലാതെ അവരെ സിറ്റിയിൽ എവിടെയെങ്കിലും കണ്ടാൽ അവരെ പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു. So no one would appear in the public because they know that they will be killed. അതുകൊണ്ട് അങ്ങനെ പരസ്യ സ്ഥലങ്ങളിലൊന്നും കുഷ്ഠരോഗികൾ വരത്തില്ല, കാരണം അവരെ കൊല്ലപ്പെടുമെന്നറിയാം. So whenever the lepers see a crowd or a person, they used to run away for their life. അതുകൊണ്ട് ഒരു കുഷ്ഠരോഗി എങ്ങനെയെങ്കിലും ജനക്കൂട്ടത്തെ കണ്ടാൽ അവന് ജീവനെ പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. But here Jesus comes with a crowd. He encounters this leprosy. പുരുഷാരവുമായി കടന്നു വരുന്ന യേശു
ഒരു കുഷ്ഠരോഗി അഭിമുഖീകരിച്ചു. And the more closer Jesus came towards that leper, the more distance he wanted to go. എന്നാൽ യേശു അടുത്ത് വരുന്തോറും ഈ കുഷ്ഠരോഗി മാറി മാറി പോകാൻ വേണ്ടി പോയി. Because he couldn't imagine someone coming close to him and touching him. ആരെങ്കിലും അടുത്ത് വന്നാൽ എന്നെ തൊടുമോ എന്ന് പേടിച്ച് അവൻ ഓടുകയാണ്. But understanding his helplessness, Jesus reached out his hand and touched him. അവന്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് യേശു കരം നീട്ടി അവനെ തൊട്ടു. And the moment he touched, the leper was healed. യേശു തൊട്ട നിമിഷം തന്നെ കുഷ്ഠരോഗിക്ക് സൗഖ്യമുണ്ടായി. The love of Jesus moved him to touch that untouchable. യേശുവിന്റെ സ്നേഹമാണ് ആരാലും തൊടുവാൻ സാധിക്കാത്ത വ്യക്തിയെ തൊടുവാൻ സാധിച്ചത്. And when Jesus touched, not only his external disease is healed, but he was also set free from the wounded psyche he was suffering from, that is the untouchability. യേശു തൊട്ടപ്പോൾ അവന്റെ പുറമേയുള്ള ത്വക്കിന് മാത്രമല്ല സൗഖ്യം വന്നത്, അവന്റെ ഉള്ളിനും സൗഖ്യമുണ്ടായി. Because of his sickness, people named him as untouchable. അവന്റെ അസുഖ മുഖാന്തരമായി അശുദ്ധനെന്ന് ജനം കരുതിയ വ്യക്തി. But when Jesus touched, he was healed as a whole. എന്നാൽ യേശു തൊട്ടപ്പോൾ അവനെ മുഴുവനായി ഒരു സൗഖ്യം വന്ന വ്യക്തിയായി. He received an inner healing, he received an outer healing. അവന്റെ ഉള്ളിലെ പ്രശ്നത്തിന് സൗഖ്യമുണ്ടായി, പുറമേയുള്ള അസുഖത്തിനും സൗഖ്യമുണ്ടായി. Now he is no more an untouchable because he is touched by Jesus and he is healed. ഇപ്പോൾ ആരും തൊടാൻ വയ്യാത്ത അശുദ്ധനായ വ്യക്തിയല്ല അവൻ. യേശുവിന്റെ സന്ദർശന മുഖാന്തരമായി അവൻ സൗഖ്യം വന്നു. Whenever you see Jesus, you will find him always with the suffering people, always with a basin of water, with a towel around him, serving, waiting there to serve those people who are victimized in society. യേശുവിന്റെ ചരിത്രം നമ്മൾ എപ്പോഴും നോക്കിയാലും അവന് പ്രയാസപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന, അരയിൽ വസ്ത്രം ചുറ്റി അവരെ ശുശ്രൂഷിക്കുന്ന അവസ്ഥയിൽ കാണുന്നു. You know, when his disciples saw he was touching a leper, it must have shocked them because they couldn't imagine someone touching a leper. ഒരു കുഷ്ഠരോഗിയെ അവിടെ യേശു തൊടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അന്തം വിട്ടു നോക്കി. അവർ ചിന്തയ്ക്ക് അപ്പുറമായിരുന്നു അത്. But that's why Paul says, when we think about this love of Jesus, it is something unimaginable. It is too much for me to think about it. അത് കണ്ടിട്ടാണ് പൗലോസ് പറയുന്നത്, ഈ സ്നേഹത്തെ കണ്ടിട്ട് എനിക്ക് ചിന്തയ്ക്കും എന്റെ ജ്ഞാനത്തിനും വളരെ അപ്പുറത്തായുള്ള സ്നേഹമാണിത്. And when he thinks about all this, he sees that, we know and experience only a little bit of this love. നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോഴും ഈ സ്നേഹത്തിന്റെ ഒരു അല്പം ഗ്ലിംസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. So he sincerely praying that, Lord, let each one of my believers in Ephesus may begin to understand and enter into this deeper relationship with Christ. അതുകൊണ്ടാണ് പൗലോസ് തന്റെ എഫെസോസിലെ വിശ്വാസികളെ ഓർത്ത് വളരെ കാര്യമായി പ്രാർത്ഥിക്കുന്നത്, ഈ സ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കണമേ. Love of Jesus moved him to love the unlovables. സ്നേഹിക്കപ്പെടുവാൻ, ആരാലും സ്നേഹിക്കപ്പെടാത്തവരെ സ്നേഹിപ്പാൻ തക്കവണ്ണം അവന്റെ സ്നേഹം അവനെ നടത്തി. Love of Jesus moved him to touch the untouchables. അതേ യേശുവിന്റെ സ്നേഹമാണ് എല്ലാവരും അശുദ്ധനെന്ന് കരുതിയിരുന്നവരെ തൊടുവാൻ സഹായിച്ചത്. Love of Jesus also moved him to forgive the unforgivables in society. സമൂഹത്തിൽ ആരാലും എല്ലാവരും ക്ഷമിക്കപ്പെടാതെ കിടന്ന വ്യക്തിയെ ക്ഷമിക്കുവാൻ തക്കവണ്ണം സഹായിച്ചത് യേശുവിന്റെ സ്നേഹമാണ്. His own disciple was Peter, who was very close to Jesus. യേശുവിന്റെ ശിഷ്യരിൽ പ്രധാനിയായ പത്രോസ് യേശുവിനെ വളരെ അടുത്ത വ്യക്തിയായിരുന്നു. As I told you, the fisherman who was not loved by anyone, when Jesus loved, he was so emotional and he jumped into a friend and he said, Lord, even if I have to lay down my life for you, I will do that. ആരാലും സ്നേഹിക്കപ്പെടാതിരുന്ന പത്രോസിനെ യേശു സ്നേഹിച്ചത് കൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ദൈവമേ നിനക്ക് വേണ്ടി മരിപ്പാനും ഞാൻ തയ്യാറായിരിക്കുന്നു. But very soon Peter began to betray Jesus. എന്നാൽ ഇതേ പത്രോസ് അധികം കഴിയുന്നതിന് മുൻപേ യേശുവിനെ തള്ളി പറയുന്നത് കാണുന്നു. Humanly thinking, you will not trust a person who betrays you anymore. മാനുഷിക നില വെച്ച് നോക്കിയാൽ നമ്മളെ ഒരിക്കൽ തള്ളി പറഞ്ഞവരെ വിശ്വസിപ്പാൻ നമുക്ക് പ്രയാസമാണ്. Even if based on the scripture you may forgive, but you may not re-establish the old relationship that you had with that person. ദൈവവചന പ്രകാരം മേബി നമ്മൾ അവരോട് ക്ഷമിച്ചേക്കാം, എന്നാൽ വീണ്ടും ഒരു സ്നേഹം അവരുമായിട്ട് ബന്ധപ്പെടുവാൻ നമ്മൾ സാധിക്കുന്നില്ല, കഴിയുന്നില്ല. But here is Jesus. He goes beyond the boundaries and he loves Peter and he forgives him. എന്നാൽ ഇവിടെ ഇതാ പത്രോസിനോട് ക്ഷമിക്കുന്ന യേശു മാത്രമല്ല, അതിനപ്പുറത്ത് ചെന്ന് അവനെ കൈക്കൊള്ളുന്നവനായ യേശു. Not only Jesus forgives him, but brings him back into that close intimate relationship as they were before. അവനോട് ക്ഷമിക്കുക മാത്രമല്ല, പണ്ടുണ്ടായിരുന്ന അതേ ഊഷ്മള ബന്ധത്തിലേക്ക് അവനെ കൊണ്ടുവരികയും ചെയ്തു. Again Jesus began to teach everything that was about to happen in the future. യേശു അവർക്ക് ഇനി ഭാവിയിൽ സംഭവിക്കാനുള്ള വിഷയങ്ങളെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. So after the death of Jesus, disciples waited that Jesus would rise again. യേശുവിന്റെ മരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേൽക്കുന്നവർക്ക് അറിയാമായിരുന്നു. The first day is over. ഒരു ദിവസം കഴിഞ്ഞു. The second day is over. രണ്ടാം ദിവസം കഴിഞ്ഞു. Nothing happened. ഒന്നും പറ്റിയില്ല. The disciples thought everything is a story, it is gone. The story is over. ശിഷ്യന്മാർ സംശയിച്ചു, ഇതെല്ലാം വെറും കഥ മാത്രമായിരുന്നു, ഇനി ഒന്നും സംഭവിക്കത്തില്ല. So Peter said, I am going back to my old job. പത്രോസ് തന്നെ പറഞ്ഞു, ഞാൻ എന്റെ പഴയ പണിയിലേക്ക് പോകുകയാണ്. And when he decided to go back,
all of them began to follow him. അവൻ പോകാൻ തീരുമാനിച്ചപ്പോൾ കൂടെയുള്ളവരും പുറകെ പോയി. There we see again Jesus did not leave Peter. എന്നാൽ ഇവിടെ പത്രോസ് യേശുവിനെ തള്ളിക്കളഞ്ഞില്ല. അവിടെ Jesus appears to Peter on the seashore and he forgives Peter and he brings him back again. പത്രോസ് യേശുവിനോട് ക്ഷമിച്ചിട്ട് അതേ കടൽക്കരയിൽ ചെന്ന് അവനെ വീണ്ടും തന്റെ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. Jesus gave him one opportunity and he gives him another opportunity to repent and come back to Jesus. ദൈവം യേശു അവൻ ഒരു അവസരം കൊടുത്തു, വീണ്ടും ഒരു അവസരം കൂടെ ക്ഷമിപ്പാനും ഏറ്റുപറയുവാൻ അവസരം കൊടുത്ത് അവനെ മടക്കിക്കൊണ്ടുവന്നു. So the forgiving heart of Jesus moves him to forgive the unforgivable like Peter. ആ ക്ഷമിക്കുവാനുള്ള യേശുവിന്റെ ഹൃദയമാണ് അനേവരോട് ക്ഷമിപ്പാൻ തക്കൊണ്ട് അവനെ പ്രാപ്തനാക്കിയത്. One day Malayalam writer wrote an article. ഒരു മലയാള എഴുത്തുകാരൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി. He began to write an imagination. അവൻ തന്റെ ഭാവനയിലാണ് എഴുതാൻ തുടങ്ങിയത്. We know that Jesus commissioned his disciples to go and make disciples of all nations. നമ്മൾക്കറിയാം യേശു തന്റെ ശിഷ്യന്മാരെ നിയോഗിച്ചു ഭൂലോകമെല്ലാം പോയി സുവിശേഷം അറിയിപ്പാനും ശിഷ്യന്മാരാക്കുവാനും. So after the death of Jesus, when he appeared to his disciples, യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു. So they were sitting in a round table and they were having a discussion. മേശയ്ക്ക് ചുറ്റുമിരുന്ന് അവരെ ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. So then Peter had a question towards Jesus. യേശുവിനോട് പത്രോസിന് ഒരു ചോദ്യം. Peter began to ask Jesus. പത്രോസ് ഇങ്ങനെ ചോദിച്ചു, Jesus, you asked us to go and make disciples of all nations. ഓ യേശുവേ, നീ ഞങ്ങളോട് പറഞ്ഞു ഭൂലോകമെല്ലാം പോയി അവരെയെല്ലാം ശിഷ്യരാക്കിക്കൊള്ളുവാൻ. But now we saw a group of people terribly crucified you. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ കാണുന്നു നിന്നെ വളരെ വേദനിപ്പിച്ച ക്രൂശിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ. We saw a group of people who have beaten you up and spit on your face. They terribly treated you. ഓ നിന്നെ മുഖത്ത് തുപ്പുകയും നിന്നെ തലമുടിപ്പിച്ച് പറിക്കുകയും നിന്നെ വളരെ ദ്രോഹിച്ച ഒരു കൂട്ടം ജനത്തെ കാണുന്നുണ്ട്. Now do you want me to go and make disciples of those people too? നീ ഞങ്ങളുടെ യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് അവരെ പോയി കണ്ട് ശിഷ്യന്മാരാക്കാനാണോ? Do you want us to go and share this gospel to those people who have beaten you up? നിന്നെ ഉപദ്രവിച്ചടുത്ത് എന്ന് ഈ സുവിശേഷം പറയാനാണോ എന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? Do you mean that you want us to take this gospel to those people who made a crown of thorns and placed on your head? ഓ മുള്ളുകൊണ്ട് ഒരു മുൾക്കിരീടം നിന്റെ തലയിൽ വെച്ചവരുടെ അടുത്ത് പോയി ഈ സുവിശേഷം പറയാനാണോ നീ പറയുന്നത്? So Peter began to throw questions one after another to Jesus. പത്രോസ് ഇങ്ങനെ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചോദിപ്പാൻ തുടങ്ങി. Now the whole crowd became silent. They were waiting for a response from Jesus. ഓ എല്ലാരും ഇങ്ങനെ നിശബ്ദരായിരിക്കുകയാണ്. യേശു എന്താ പറയാൻ When പോകുന്നത്? all of them were quiet, Jesus began to respond to the questions of Peter. യേശു പത്രോസിന്റെ ചോദ്യത്തിന് ഇങ്ങനെ പ്രതികരിച്ചു. So Jesus began to tell them, yes, Peter, I want you to go and find out every single one of them who have beaten me up and tell them that I am ready to forgive them. ഓ പത്രോസേ, അതെ, നീ എന്നെ ഉപദ്രവിച്ച ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ പോയി പറയണം. Yes, go and find out every single one of them who have, spit on my face and tell them that I am ready to kiss them on their cheek. ഓ പത്രോസേ, എന്നെ മുഖത്ത് തുപ്പി ഓരോരുത്തരെയും നീ പോയി തെരഞ്ഞു പിടിച്ച് കണ്ടു പറയണം, ഞാൻ അവരുടെ മുഖത്ത് ചുംബിപ്പാൻ ആഗ്രഹിക്കുന്നു. Go and find out every single one of them who made a crown of thorns and placed on your head. Tell them I am ready to forgive them. Not only that, I am ready to place a crown of life on their head. ഓ എന്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചവരെ അവിടെ ചെന്ന് കണ്ടുപിടിച്ചിട്ട് പറയണം, ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ തലയിൽ ജീവന്റെ കിരീടം വെപ്പാനും ആഗ്രഹിക്കുന്നു. Though it's an imagination, this powerfully speak of the forgiving heart that Jesus was carrying in his heart. ഇതൊരു ഭാവനയായിരുന്നുവെങ്കിലും യേശുവിന്റെ ക്ഷമിക്കുന്ന ഹൃദയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. The love of Jesus moved him to forgive those unforgivables in society. ഓ സമൂഹത്തിലെ ക്ഷമിക്കപ്പെടാത്ത വ്യക്തികളോട് ക്ഷമിക്കുന്ന യേശുവിന്റെ സ്നേഹം. Jesus not only asked us to love our enemies, but he began to show us through his very life. നമ്മൾ ശത്രുക്കളോട് സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുക പറയുക മാത്രമല്ല അവന്റെ ജീവിതം കൊണ്ട് അവൻ കാണിച്ചു തരികയും ചെയ്തു. He did not just leave a theory and went away, but he began to show us through his very life, and he now asks us to forgive the unforgivables. ഓ ചില തിയറികൾ പറഞ്ഞു തന്നിട്ട് കടന്നുപോയവനല്ല നമ്മുടെ യേശു, അവന്റെ ജീവിതം കൊണ്ട് അത് കാണിച്ചു തന്നിട്ട് നമ്മളും അതുപോലെ ചെയ്യുവാനാണ് പറയുന്നത്. Today we are sitting here just because we are the recipients of his forgiveness, his love and his touch. അവന്റെ സന്ദർശനവും അവന്റെ ക്ഷമയും അവന്റെ സ്നേഹവും അനുഭവിച്ചവരായതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിപ്പാൻ നമുക്ക് കഴിയുന്നത്. If Jesus had not entered into our life, we would have been somewhere else. ഓ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് വേറെ എവിടെയൊക്കെ ആയിരിക്കുമായിരുന്നു. But once we experience all the power and the goodness of God, do we have any right to keep grudge against our own friend and dear believer? എന്നാൽ യേശുവിന്റെ സ്നേഹവും നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ട് നമ്മൾ മറ്റാർക്കും എതിരെ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല. When Paul began to look at the church at Ephesus, people come and worship and listen to God and they go away. It's a beautiful church.
പൗലോസ് എഫെസോസിലെ സഭയെ നോക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൽ കടന്നു വരുന്നു, ആരാധിക്കുന്നു, വർഷിപ്പ് ചെയ്ത് സന്തോഷത്തോടെ മടങ്ങി പോകുന്നു. വളരെ നല്ല സഭ. But when he began to see the church, he began to see a sad reality. എന്നാൽ യഥാർത്ഥ അവസ്ഥയിലേക്ക് കടന്നു ചെന്നപ്പോൾ ദുഃഖകരമായ അവസ്ഥ അവൻ കണ്ടവിടെ. There were also people who don't talk each other in the same church. ആ സഭയിൽ അന്യോന്യം മിണ്ടാത്തവരുണ്ടായിരുന്നു. They come and worship God. അവർ വന്നു ആരാധിച്ചു പോകുന്നു. They take they participate the Lord's Supper. കർത്താവിന്റെ മേശയിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. Yet they keep grudge against one another. എന്നാൽ അന്യോന്യം വിദ്വേഷം ഉള്ളിൽ വെച്ച് വെക്കുന്നവർ. There is bitterness towards their pastor and leaders and one another. പാസ്റ്ററോടോ മറ്റേ കൂട്ടു വിശ്വാസികളോടോ വിദ്വേഷം വെച്ചിരിക്കുന്നവർ. Without the forgiving spirit, they are bound like in a prison in a bitter root of this unforgiveness. യേശുവിന്റെ സ്നേഹം അവരിൽ ഇല്ലായെങ്കിൽ ഒരു തടവിലായിരിക്കുന്ന അവസ്ഥയിലാണ് അവർ ഇപ്പോഴും ആയിരിക്കുന്നത്. And when Paul began to say, no, this is not the way our church supposed to be. അത് കണ്ടിട്ട് പൗലോസ് പറയുന്നു, ഇങ്ങനെ എല്ലാ സഭ പോകേണ്ടത്. When people see the church, they should see a real heaven on this earth. സഭയെ കാണുമ്പോൾ യഥാർത്ഥ സ്വർഗ്ഗം ഇറങ്ങി വന്ന അവസ്ഥയാണ് സഭയിൽ ഉണ്ടാകേണ്ടത്. Our church in Ephesus should reflect the heavenly experience in this place. സ്വർഗീയ അനുഭവമാണ് എഫെസോസിലെ സഭയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. So when the non-Christians and others see this church, they should see, wow, how wonderful to be like brothers live together in unity. അക്രൈസ്തവരെ ജാതികള് ഇത് കടന്നു വന്ന് കാണുമ്പോൾ പറയണം, എത്രയോ നല്ല അനുഭവമാണ് സഭയ്ക്കുള്ളിലായിരിക്കുന്നത്. So he is deeply moved in his heart and he is praying, Lord, let my believers may experience this love of Jesus. അതുകൊണ്ട് പൗലോസിന്റെ ഹൃദയം തകർന്ന് വളരെ വേദനപ്പെട്ടാണ് പറയുന്നത്, ദൈവമേ നിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ഇവരെ സഹായിക്കണമേ. My friends, if there is anyone this morning keeping a grudge against one another, God is asking you to release forgiveness to that person. പ്രിയ സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടു സഹോദരനോടോ സഹോദരിയോടോ എന്തെങ്കിലും പിണക്കമോ വിദ്വേഷമുണ്ടെങ്കിൽ നീ അവരോട് ക്ഷമിക്കണം. If God has forgiven us unconditionally, we do not have any right to keep grudge against one another. കണ്ടീഷൻ ഇല്ലാതെ ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ചുവെങ്കിൽ ആർക്കെതിരെയും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. And Jesus asked us to love our enemies and he showed to us through his very life. ശത്രുക്കളെ സ്നേഹിപ്പാൻ യേശു നമ്മളോട് പറഞ്ഞു, അവന്റെ ജീവിതം കൊണ്ട് അവൻ കാണിച്ചു തരികയും ചെയ്തു. That is the very reason we find him towards the end of his life laying on the cross, stretched out his arms, and with the pain and agony of his life he is praying to God, God forgive those criminals because they do not know what they were doing. അതുകൊണ്ട് മാത്രമാണ് ക്രൂശിൽ തന്റെ കരങ്ങളെ നീട്ടി വേദന കൊണ്ട് കരയുമ്പോഴും അവൻ പറഞ്ഞത്, ദൈവമേ ഇവർ ചെയ്യുന്നത് ഇവർ എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. So he didn't just ask us to forgive our enemies, but he showed to us by forgiving those criminals who have crucified him. തന്റെ നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കണമെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, ക്രൂശിലെ വേദനയിലും അവൻ തന്റെ ജീവിതം കൊണ്ട് തന്റെ ശത്രുക്കളോട് ക്ഷമിച്ചു കാണിച്ചു തന്നു. And he showed us first, and he now says that, follow me, do the things that I was doing. അവൻ കാണിച്ചു തന്നു, ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്നെ അനുഗമിക്കൂ, ഞാൻ കാണിച്ചു തന്നത് ചെയ്യൂ. It may be very hard on us to take initiative. We may think that the other person did a harm. Let her come to me. I didn't do anything. ഒരു പക്ഷെങ്കിൽ നമുക്ക് ആദ്യം അത് ചെയ്യുവാൻ പ്രയാസം തോന്നും, ഞാനല്ലല്ലോ ഒന്നും ചെയ്തത്, മറ്റേ ആളാണല്ലോ ചെയ്തത്, അവൻ ആരും ചെയ്യട്ടെ. But Jesus shows us an example to take initiative to go to that person and forgive. എന്നാൽ യേശു ഇവിടെ നമുക്ക് മാതൃക കാണിച്ചിരിക്കുകയാണ്. അവൻ തന്നെ ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത് മറ്റേ ആളിന്റെ അടുത്ത് പോയി ക്ഷമിപ്പാൻ തയ്യാറായി. If we follow Jesus, let us follow him sincerely. നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥമായി നിഷ്കളങ്കതയോടെ ചെയ്യാൻ ശ്രമിക്കുക. If we claim to be true Christians, let us do the things that Jesus did to others. നമ്മൾ സത്യ ക്രിസ്ത്യാനി എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു ചെയ്തതുപോലെ ചെയ്യൂ. When we come to worship God, let our church be a true church representing heaven on this earth. നമ്മൾ ദൈവത്തിന്റെ സഭയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് സ്വർഗ്ഗത്തിലെ സ്വർഗീയ സഭയുടെ അനുഭവമായി മാറട്ടെ. A little boy went to Jesus and asked him, Jesus, tell me, how much do you love me? ഒരു ചെറിയ കുട്ടി യേശുവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, യേശുവേ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? And more than his ordinary words could explain, he stretched out his arms on the cross and told him, I love you this much, and he died. യേശു തനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് തന്റെ കരങ്ങളെ നീട്ടാന്നേരത്രേ നീട്ടിയിട്ട് പറഞ്ഞു, ഇത്രത്തോളം എന്ന് പറഞ്ഞ് അവൻ തന്റെ ജീവനെ വിട്ടു. And now Paul kneels down before that cross and he says that, Lord, let my people may experience this love. ഇപ്പോൾ പൗലോസ് ഇവിടെ മുട്ടുകുത്തി പറയുകയാണ്, ആ സ്നേഹം എൻ്റെ ഈ വിശ്വാസികളെന്ന് മനസ്സിലാക്കട്ടെ. The unending love. അതിരുകളില്ലാത്ത സ്നേഹം. The love that cannot be measured. അളക്കുവാൻ കഴിയാത്ത സ്നേഹം. The height and the depth of this love. ആഴവും യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴവും ഉയരവും. Lord, let my people may know this. എൻ്റെ സ്നേഹിതർ, എൻ്റെ ജനം ഈ സ്നേഹം ഒന്ന് അറിയട്ടെ. I want to tell you very quickly one more request. He says that, first of all, he says that they should know this love.
ഒന്നാമത് അവൻ പറയുന്നു അവർ ഈ സ്നേഹം അറിയണം. രണ്ടാമത് And in verse 17, he says that they should be deeply rooted and established in this love. അവര് ഈ സ്നേഹത്തിൽ അടിയുറക്കപ്പെട്ടവര് വേരൂന്നിയവരായിരിക്കണം. First of all, he is praying that they should know this love. ഒന്നാമത് അവർ ഈ സ്നേഹം അറിയണം. And now when he began to think about them, he knows that they knew this love long ago. പിന്നെ ചിന്തിച്ചപ്പോഴാണ് പൗലോസിന് മനസ്സിലായത് ഈ സ്നേഹം കുറെ നാളുകൾക്ക് മുമ്പേ അവർക്ക് അറിയാമായിരുന്നല്ലോ. And they follow this Christ for generations. അവർ തലമുറകളായി ഈ യേശുവിനെ പിന്തുടർന്നവരാണല്ലോ. But yet this love is not evident in their day-to-day life. എന്നാൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അത് ദൃശ്യമാകുന്നില്ല. So he is praying that just head knowledge is not enough. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജ്ഞാനം മാത്രം പോരാ. It should go one step down deep into their heart. അത് അവരുടെ ഹൃദയത്തിന് ഉള്ളിൽ നിന്ന് പതിയണം. And each of their lives should be based and centered and deeply rooted in this love. ഈ സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കണം അവരുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതം. So that the characteristics of Jesus will be manifested through their day-to-day life. അവരുടെ ദൈനംദിന ജീവിതത്തിലൂടെ യേശുവിന്റെ സ്വഭാവങ്ങൾ കാണിക്കുന്നവരായിരിക്കണം. So his humble desire, Lord God, my people may know the love of Jesus. പൗലോസിന്റെ യഥാർത്ഥ ആഗ്രഹം ഈ യേശുവിന്റെ സ്നേഹത്തെ എന്റെ ജനം അറിയണമേ. And second, let them be deeply rooted and established in this love. രണ്ട്, അവരുടെ ജീവിതം യഥാർത്ഥമായി ഈ സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കട്ടെ. So that as they are deeply rooted in this love, the love of Jesus would be reflected in through their lives. ആ യേശുവിന്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതം യേശുവിന്റെ സ്നേഹം വിളിച്ചു പറയുന്നതായിരിക്കട്ടെ. That is his dream for his believers. പൗലോസിന്റെ ഡ്രീം അതായിരുന്നു. I began to think, if I was a pastor, I would have prayed, Lord, let my believers be a top believer in the city of Ephesus. ഞാനായിരുന്നു പാസ്റ്ററെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചേനേമായിരുന്നു. എന്റെ ദൈവമേ, എന്റെ വിശ്വാസികൾ എഫെസോസിലെ ഏറ്റവും ഉയർന്നവരായിരിക്കട്ടെ. Let my believers may own the best house in this city. എന്റെ വിശ്വാസികൾ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ വീട് സ്വന്തമാക്കട്ടെ. Let my believers own a better car in this city. എന്റെ വിശ്വാസികൾ ഈ പട്ടണത്തിലെ നല്ല കാറുകൾ ഉപയോഗിക്കട്ടെ. Let the non-Christians may see my believers and they may know, if you follow Jesus, this will happen. എന്റെ ഈ പട്ടണത്തിലെ അക്രൈസ്തവർ കാണട്ടെ, അവർ യേശുവിനെ പിന്തുടർന്നാൽ ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ കിട്ടുമെന്ന്. But the desire of Paul is not for the material blessings of the believers. എന്നാൽ പൗലോസിന്റെ യഥാർത്ഥ ആഗ്രഹം ഈ ലോകത്തിലെ ഭൗതിക നന്മകളെ കുറിച്ചല്ല. He goes beyond to pray for the foundational things that the believers should know and experience in their life. വിശ്വാസി അവന്റെ ജീവിതത്തിൽ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ അടിസ്ഥാന വിഷയങ്ങളാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. So that he knew that as they seek ye first the kingdom first, everything will be added unto them. അവൻ ആഗ്രഹിക്കുന്നത് അവർ യഥാർത്ഥമായി ദൈവരാജ്യം ആദ്യം അന്വേഷിക്കുന്നുവെങ്കിൽ ഇതെല്ലാം അവരെ പിന്തുടരുമെന്ന്. If they know Jesus the way they're supposed to know, God would give the car that they need. യേശുവിനെ അവർ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാർ യേശു തരും. If they know Jesus the way they're supposed to know, God would give a material house that is needed. യേശുവിനെ അറിയുന്നതുപോലെ അവർ ജീവിച്ചാൽ യേശു അവർക്ക് ആവശ്യമുള്ള ഭവനം കൊടുക്കും. But if they miss the foundational thing, their life will be miserable and they will end in tragedy. എന്നാൽ അടിസ്ഥാന വിഷയങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെ പരിതാപകരമായി തകർന്നു He പോകും. is praying for this very foundational thing in the Christian life, and he says, Lord, let my people may know this love. ഈ അടിസ്ഥാന വിഷയങ്ങളെ ഓർത്താണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നിന്റെ സ്നേഹം അറിയുവാൻ ഇവർ കഴിയണമേ. And let their life be deeply rooted and established in this love, nothing else. അവരുടെ ജീവിതം ആഴത്തിൽ നിന്റെ സ്നേഹത്തിൽ വേരൂന്നിയതായി തീരട്ടെ. So that he knows that once they are deeply rooted and established in this love, their talk will be different. ഈ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തി വേരൂന്നിയതാണ് അവരുടെ ജീവിതമെങ്കിൽ അവരുടെ വാക്കുകൾ വ്യത്യാസമായിരിക്കും. If their foundation is on this love, there will be an evidence in their church. ഈ അടിസ്ഥാനത്തിലാണ് അവരുടെ ജീവിതമെങ്കിൽ അവരുടെ സഭ വ്യത്യാസമായിരിക്കും. The relationship will be better in families and in churches, in workplace. ജോലി സ്ഥലത്ത്, ഭവനത്തില്, സഭയില് ബന്ധങ്ങൾ വ്യത്യാസമായിരിക്കും. So with that great dream, he is kneeling down before God. Lord, let my people may know this love. ആ വലിയ ദർശനത്തോടെ സ്വപ്നത്തോടെയാണ് അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. ഈ സ്നേഹം എന്റെ വിശ്വാസികൾ അറിയട്ടെ. And then he says, Lord, let them be deeply rooted and established in this love. ഈ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി എന്റെ വിശ്വാസികളൊന്നാകട്ടെ. We know this love. നമുക്കറിയാം ഈ സ്നേഹം. We experience this love. ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. But let our prayer be, Lord, I want to demonstrate this love in my day-to-day life here on. എന്റെ ദൈനംദിന ജീവിതത്തിൽ ഇന്ന് മുതൽ ഈ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു ജീവിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. You gave me opportunities after opportunities. You gave me a number of chances. I went back, but Lord, I'm willing to come back and restart my life on this foundational truth. ദൈവമേ, നീ എനിക്ക് അനേക
സാഹചര്യങ്ങൾ ഒരുക്കി ഞാൻ പിന്നെയും പുറകോട്ട് പോയി, എനിക്ക് വീണ്ടും ഒരു സാഹചര്യം തരണം. Let our church be a true church representing heaven on നമ്മുടെ this. സഭകൾ സ്വർഗീയ സഭയുടെ ഒരു മാതൃകയായി മാറട്ടെ. May God bless each one of us to reflect the love of Christ through our day-to-day life. യേശുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരും ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.